ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ നിന്നാണ്, അതായത് ഇന്നത്തെ സാഹചര്യം വെച്ചാണ് ഞാൻ ഈ അഭിപ്രായത്തിലേക്ക് എത്തിയത്. കാരണം നിങ്ങളൊക്കെ പറയുന്നത് പോലെ തൂത്തുവാരി കൊണ്ട് കളയാൻ ഒരു ചൂലുകൊണ്ട് തൂത്തിവാരി ഇടാൻ പറ്റുന്നത്ര മാലിന്യമാണെങ്കിലാണല്ലോ പെട്ടെന്നൊരു നടപടി എടുക്കാൻ കഴിയുക. ഇതൊരു ടിപ്പറിലടിക്കേണ്ട അത്ര മാലിന്യമുണ്ട് എന്നുള്ളത് പാലക്കാട്ടെ പെർഫോമൻസിലൂടെ രമേശ് ചെന്നിത്തല അവിടെ വന്ന് നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കും, അദ്ദേഹം മറുപടി പറയും. തത്സമയം കണ്ടതല്ലേ. അപ്പോൾ ഒരു ടിപ്പറിലടിക്കാനുള്ള മാലിന്യം ഒന്നിച്ച് കിടക്കുന്നുണ്ട്. അത്രയും കോരി കഴിയുമ്പോഴേക്കും ആ കോരാൻ ചെല്ലുന്നയാൾ അവിടെ ഉണ്ടാകുമോ? അതാണ് സംശയം. കാരണം അയാളും ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് വീഴേണ്ടി വരുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കണക്ഷനുകൾ ഉണ്ടാകും. ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഈ ലൈംഗിക വേട്ടക്കാരൻ, അങ്ങനെ വേണം, വെറും ഇരയും വേട്ടക്കാരനുമല്ല, ലൈംഗിക വേട്ടക്കാരൻ. ഈ ലൈംഗിക വേട്ടക്കാരന് നല്ല ഒന്നാന്തരം കവചം ഈ കൈകൊണ്ട് പൊതിഞ്ഞു പിടിക്കുകയാണ്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം കൊണ്ട് ഒരു ലൈംഗിക വേട്ടക്കാരനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈക്കമാൻഡ് ലോ കമാൻഡ് എന്നൊന്നും പറഞ്ഞ് വ്യത്യാസപ്പെടുത്തി കാണുന്നൊന്നും വേണ്ട. ഹൈക്കമാൻഡ് എന്ത് ചെയ്തു എന്നാണ്? ഹൈക്കമാൻഡ് ഒന്നും ചെയ്തിട്ടില്ല. സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സിലെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു വരി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു, ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള MP ആണ്. സോണിയാഗാന്ധി പ്രായാധിക്യമോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ സ്ഥിരമായി വന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്നത് വെച്ച് മാറ്റി നിർത്തിയാലും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പറയാമല്ലോ, അവർക്കൊന്നും ഈ രാജ്യത്തെ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയുമില്ലേ, ഒരു പ്രതികരണവുമില്ല. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവർ കൈവിടാത്തിടത്തോളം കാലം കൈവിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. എന്റെ വ്യക്തമായ ഉത്തരം ഇതാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനൊക്കെ കെ മുരളീധരൻ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ബ്രഹ്മാസ്ത്രം അനക്കാൻ സമ്മതിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രയോഗിക്കുക? അപ്പോൾ പ്രയോഗിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് തോന്നിയ ആഗ്രഹമാണ്. പക്ഷേ പ്രയോഗിക്കാനൊന്നും സമ്മതിക്കില്ല. കാരണം ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും, ഡോക്ടർ അരുണിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഭസ്മാസുരൻ ആരെയൊക്കെ ഭസ്മമാക്കും എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. ആ പേടി ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ഉറച്ച അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുകഞ്ഞ കൊള്ളി പുറത്ത്, കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പോകാം എന്ന് മുരളീധരൻ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഈ കൊള്ളി കൊണ്ടുള്ള കുത്തേൽക്കും എന്ന് പേടിച്ച് കുറേ പേര് മാറി നിൽക്കുന്നതാണ്. കാരണം അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കൊള്ളി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഈ കൊള്ളി ആരെയൊക്കെ കുത്തും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ നടപടി വൈകുന്നത്. മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഗ്യാങ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഗാങ്സ്റ്റർ ആരാണ്, OG ആരാണ്, ഹു ഇസ് ദ റിയൽ OG ഇൻ കോൺഗ്രസ്, അതാണ് അറിയേണ്ടത്. ഒരു ഗാങ്സ്റ്റർ ഉണ്ടെന്നേ, ആ ഗാങ്സ്റ്ററുടെ പണത്തെ, ആ ഗാങ്സ്റ്ററുടെ അധികാരത്തെ, ആ ഗാങ്സ്റ്ററുടെ രീതികളെ, അതിനെയൊക്കെ ഭയക്കുന്നത് കൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ നടപടിയെടുക്കാൻ കഴിയാത്ത. അല്ലാതെ KC വേണുഗോപാലിന് നടപടിയെടുക്കാനോ ഈ കാര്യങ്ങളിൽ മറുപടി പറയാനോ അറിയാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതുവരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പോൾ ജാർഖണ്ഡിലെ വിഷയം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് KC വേണുഗോപാൽ. കേരളത്തിൽ നിന്നുള്ള നമ്മുടെ MP ആണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒറിജിനൽ ഗാങ്സ്റ്ററിനെ ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? അതിനുള്ള മറുപടിയാണ് കോൺഗ്രസ് തരേണ്ടത്. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുന്നതിനായി ഈ പെൺകുട്ടി പരാതി നൽകി തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ CPIM ഉം BJP യുമാണ്. പിന്നെ CPIM ഉം BJP യും അല്ലേ നീ പോയി പീഡിപ്പിച്ചോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞത്? ഇത്രയധികം സ്ത്രീകളെ പോയി പീഡിപ്പിച്ചോളൂ, ഞങ്ങൾ ഇപ്പുറത്ത് കൈയടിക്കാമെന്ന് പറയേണ്ട പാർട്ടികളല്ല അത് രണ്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തെക്കുറിച്ച് നിയമപരമായി നിയമ സംവിധാനത്തിന് മുന്നിൽ ഒരു പരാതി വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഒരു ക്രിമിനൽ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇതുവരെ എടുത്ത നടപടി തന്നെ ഞങ്ങളുടെ വലിയ മഹാമനസ്കത എന്ന രീതിയിലാണ് നേതാക്കളുടെ പ്രതികരണം കണ്ടത്. അപ്പോൾ ഈ ക്രിമിനൽ കൂട്ടത്തെ കൈവിടാത്ത പാർട്ടി ഇതിന് അനുഭവിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിക്ക് വേണ്ടി ഹൂ കെയേഴ്സ് ആണല്ലോ, അതിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഹൂ കെയേഴ്സ് ഫോർ ദ പാർട്ടി എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നോബഡി കെയേഴ്സ് എന്നുള്ളതാണെങ്കിൽ നോബഡി കെയർ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ജനവും അത് പറയും വി ഡോണ്ട് കെയർ എന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, രാജ്യത്തോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കൂടി ഇല്ലാതാകരുത് എന്നുണ്ടെങ്കിൽ പാർട്ടിയോട് ആർക്കെങ്കിലും, ഏതെങ്കിലും ഹൈക്കമാൻഡിനോ ലോ കമാൻഡിനോ ആർക്കെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തെ പെട്ടെന്ന് കൈവിടണം, അല്ലെങ്കിൽ ഈ കൂട്ടം നിങ്ങളെയും കൊണ്ടേ പോകും. ഒരു അഭിപ്രായം കൂടി ഞാനൊന്ന് രേഖപ്പെടുത്തിക്കോട്ടെ. അത് ലസിത നായരോടാണ്. പാലക്കാട് CPMന്റെ പോഷക സംഘടനയായ പത്തനംതിട്ടയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയോടാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ആ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണമുണ്ടല്ലോ, അതൊന്ന് ഒന്നുകിൽ നിങ്ങളത് ഉപേക്ഷിക്കണം, അതല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും അത് കൊടുക്കണം. അത് കാലഹരണപ്പെട്ടു പോയി. Meet the editors.